ഇതെന്തോടെ പച്ചവെള്ളത്തിന് വരെ നീ പെട്രോളാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു പെട്രോളിന്റെ ഗുണം. അണ്ണാ, ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കച്ചവടം നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് അലമുണ്ടാക്കരുത്. 10 രൂപ കട്ടലിന് നിങ്ങൾക്ക് ഞാൻ തീ പിടിച്ച പോലെയുള്ള പെട്രോൾ വെച്ച് ഞാൻ കട്ടൻ തരാം. പിന്നെ ഇതില് പെട്രോളിന്റെ ഗുണം. മനുഷ്യ, ഇത് പെട്രോൾ പമ്പ് അല്ലേ? ഇവിടെ പിന്നെ പെട്രോളിന്റെ മണം വരാതെ പിന്നെ വേറെ എന്ത് മണം വരുന്നത്? പ്രശാന്തേ, ഇങ്ങനെ വിളിച്ചോണ്ട് പോ. എന്താ ഈ പ്രശ്നം? ഇങ്ങനെ വിളിച്ചോണ്ട് പോ. അണ്ണാ ആണോ പോണ അണ്ണാ, ഇന്നലെ ആ പമ്പിലുണ്ടല്ലോ, പമ്പില് നിങ്ങൾ വന്നിട്ട് ആ കടയിൽ നിൽക്കുന്ന പയ്യനുമായിട്ട് എന്തോ നിങ്ങളുടെ ചായയിൽ പെട്രോൾ ഒഴിച്ചെന്തോ കലക്കി തന്നെന്ന് പറഞ്ഞിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടേച്ച് ഓടി? എടാ, ഞാൻ ഓടിയതാണ്, എന്നെ ഒട്ടിച്ചതല്ലേ. എന്റെ പൊന്നെണ്ണ, ആരെണ്ണ നിങ്ങളുടെ അടുത്ത് ഒട്ടിച്ചത്? ഒട്ടിച്ചതെന്നാടേ ഞാൻ പറഞ്ഞത്. എടേ, ഓടിച്ചതെന്നടേ. നിന്റെ മുഖം എന്തേ വല്ലാതിരിക്കുന്നത്? 2 ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. വല്ലാത്തൊരു വിഷമോ നിനക്ക്? അണ്ണാ, വെളിയിൽ പറയാൻ പറ്റാത്ത പ്രശ്നം. ഓടെ എനിക്ക് മനസ്സിലായടേ, അന്ന് ഫോൺ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി. എടാ, ഇതൊക്കെ വലിയ കാര്യമാക്കണോ? ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമല്ലേ? ഇതൊക്കെ ഒരു പ്രശ്നമാക്കണോ? എന്തിനാണ് എല്ലാ വീട്ടിലും നടക്കുന്ന പ്രശ്നം? അതിന് എന്റെ വീട്ടിൽ പ്രശ്നം നടന്നില്ലല്ലോ. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ പ്രശ്നം ഉണ്ടെന്ന്? എടാ, നീ പറഞ്ഞതാ ഫോൺ വിളിച്ചപ്പോ അവള് പ്രസവിച്ചോണ്ടിരിക്കണെന്ന്. അവള് ഗർഭിണിയായിരുന്ന? ഞാൻ വയറൊന്നും കണ്ടില്ലല്ലോ. എന്നാടെ വീട്ടിൽ തന്നെ പ്രസവിച്ച? മനുഷ്യ, ഇയാള് ഞാൻ പറയണതല്ല, മാതിക്ക് മരവി എന്നാണല്ലോ കേൾക്കണത്. ഞാൻ പറഞ്ഞത് അവള് പ്രസവിച്ചെന്നല്ല, പ്രസംഗിച്ചെന്നാണ് പറഞ്ഞത്. രാവിലെ തൊട്ട് ചെവി തല കേൾക്കാതെ അവള് പ്രസംഗമാണ്. ഞാൻ വിചാരിച്ച് നിനക്കൊരു കുഞ്ഞിക്കാല് കാണാമല്ലോ. എന്നാ അവളടുത്ത് പോയാണ്ടല്ലോ, അവൾ എന്റെ മൂക്കാൻ വേണ്ടി അടിച്ചു പോയി. പിന്നെയാണ് കുഞ്ഞിക്കാല്. പ്രശാന്തേ, നിനക്ക് ഇതിന് ഫീലിംഗ് ഒന്നും ഇല്ലടാ? ഫീലിംഗ് വരുമ്പോ എന്ത് ചെയ്യൂടാ? എനിക്ക് കുഞ്ഞിക്കാല് കാണണമെന്നുള്ള ഫീലിംഗ് തോന്നുമ്പോ ഞാൻ നല്ല കടുപ്പത്തൊരു ചായ കുടിച്ചിട്ട് എന്റെ കാലിൽ തന്നെ ഞാൻ നോക്കാം. എന്റെ അമ്മയ്ക്ക് എന്റെ കാല് ഇപ്പോഴും കുഞ്ഞിക്കാല് തന്നെ. കുഞ്ഞിക്കാലിന്റെ കാര്യത്തിൽ ഫീലിംഗ് ഉണ്ടാന്നല്ല ഞാൻ ചോദിച്ചത്. നിന്റെ പെണ്ണും പിള്ളേരില്ലേ മൂക്കാമണ്ടയിൽ അടിക്കുന്ന സമയത്ത് നിനക്ക് ഫീലിംഗ് ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നാ കുഞ്ഞിക്കാലിന്റെ ഫീലിംഗ് എല്ലാം പോകും. എന്നാ എനിക്ക് വീട്ടുകാരോടും പറയാൻ വയ്യ, നാട്ടുകാരോടും പറയാൻ വയ്യ. ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കാണാ. നീ നിന്റെ ഭാര്യയായിട്ട് പറയടേ. അണ്ണ, എന്റെ ഭാര്യ അടുത്ത് പറയാൻ പറ്റൂലണ്ണ. പിന്നെ നീ എന്റെ പറ. അണ്ണ ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കാണാ. എന്ത് കാര്യത്തിനും പ്രതിവിധി കിട്ടണ ഒരു സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടാ. നീ അതുപോലെ കേക്കോ? അണ്ണ, എവിടെയാണ്? പറയണ. നിന്റെ വീട്ടിലും വെളിയിലും പറയാൻ പറ്റാത്ത കാര്യത്തിനല്ലേ നിനക്ക് പ്രതിവിധി വേണ്ടത്? അതെ. നിന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടാ, അതില് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാ? ഉണ്ട്. എടാ, യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ എളുപ്പം തന്നെടാ, നീ രക്ഷപ്പെട്ട് അതിന്റെ മുകളിൽ കയറി കുത്തിയിരിക്കണം. എന്നിട്ട് നീ ചിന്തിച്ചാ മതി, സൂപ്പർ ഐഡിയകൾ ഇങ്ങനെ വരും. നിനക്ക് പ്രതിവിധിയല്ല വേണ്ടത്, നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് വേണ്ടത്. കുഞ്ഞിക്കാലിന് വരെ സ്വന്തം കാല് കണ്ട് പ്രതിവിധി അടക്കണവൻ. നീ ഇങ്ങനെ കടുപ്പത്തി ചായം കുടിച്ചോണ്ട് ഇങ്ങനെ കൈയെ ഉള്ളടാ. അവന്റെ പെണ്ടാട്ടിയുടെ മുഖം ഇതുവരെയ്ക്കും വൃത്തിയായിട്ട് കണ്ടിട്ടില്ല. പിന്നെയാണ് അവൻ കുഞ്ഞിക്കാല്.